ാണ് ഉൾപ്രദേശങ്ങൾ. ഇപ്പോൾ മന്ത്രി തന്നു തന്നെ പല ഉൾപ്രദേശങ്ങളുമാണ് അദ്ദേഹം തന്നത്. ആ ഉൾപ്രദേശങ്ങൾ നോക്കി അവിടെ ഈ മിനി ബസ് ഓടിക്കും. ഞങ്ങളുടെ അവിടെയൊക്കെ ഈ മിനി ബസ് ഓടുന്നത് വലിയ ലാഭത്തിൽ തന്നെയാണ് ഓടുന്നത്, നിറഞ്ഞാണ് പോകുന്നത്. കാരണം അവിടെ വണ്ടിയില്ലായിരുന്നു. 2 മാസം കൊണ്ട് 1 മാസം കൊണ്ട് ഓടിക്കഴിയുമ്പോൾ ഇതിന്റെ മട്ടെന്ന് പറയുന്നത് ഭയങ്കര 63 രൂപ ഒരു കിലോമീറ്റർ കിട്ടേ വണ്ടി. കാരണം അതൊരു വണ്ടിയേ ഇല്ല. വണ്ടി ഇല്ലാന്ന് വിചാരിച്ച് അവർ വേറെ സ്കൂട്ടറൊക്കെ വാങ്ങിച്ചു. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. കഴിഞ്ഞ വർഷം 2024-ഉം 2025-ഉമായിട്ടുള്ള വ്യത്യാസത്തിൽ പരിശോധിച്ചാൽ KSRTC യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വർധനവ് 16 ലക്ഷം യാത്രക്കാർ വർദ്ധിച്ചു. പുതിയ വാഹനങ്ങൾ വന്നു, പുതിയ വണ്ടികൾ, AC വണ്ടികൾ വന്നു. ഇതെല്ലാം വന്നപ്പോൾ 16 ലക്ഷം യാത്രക്കാർ KSRTC വർദ്ധിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം വരുന്നു. ഒരേ മാസങ്ങളിൽ പരിശോധിച്ചാൽ 12 മുതൽ 16 ലക്ഷം വരെ യാത്രക്കാർ വർദ്ധിച്ചു. അതുകൊണ്ടാണ് ഈ കളക്ഷൻ വരുന്നത്. ജനസംഖ്യയൊക്കെ പഴയത് തന്നെ, ജീവനക്കാരെല്ലാം പഴയത് തന്നെ, മാനേജ്മെന്റിലെ CMD മന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാവരും പഴയ ആൾക്കാർ തന്നെ. അപ്പൊ അതെല്ലാം നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന KSRTC മുന്നേറ്റത്തിന് എല്ലാ പിന്തുണയും നൽകുന്ന MLA-മാർ, മറ്റ് മന്ത്രിമാർ, മുഖ്യമന്ത്രി, അതുപോലെ പഞ്ചായത്ത്, മുനിസിപ്പൽ പ്രതിനിധികൾ, അവരെല്ലാവരും, ഞാൻ എല്ലാവരും കൊണ്ടുവരുന്ന രാഷ്ട്രീയം നോക്കാറില്ല, എല്ലാവരും കൊണ്ടുവരുന്ന എല്ലാ വഴികളും പ്രധാനമായി പരിശോധിച്ച് ഓടിക്കാവുന്നത്രയും വണ്ടികൾ ഓടിച്ചു കൊടുക്കുന്നു. മാക്സിമം വണ്ടികൾ ഓടുകയാണ്. ഡീസലും പെട്രോളും വരെ നമ്മൾ അതിനെ എല്ലാ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് വണ്ടികൾ വളരെ കൃത്യതയോടെ ഓടിക്കുകയും ഈ റോഡിന്റെ പണികൾ ഒരുപാട് സ്ഥലത്ത് നടക്കുന്നു. അതുകൊണ്ട് ടൈം കീപ്പ് ചെയ്യാൻ നമ്മുടെ ഡ്രൈവർമാർക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൂടി റോഡുകളൊന്നും തീർന്നു കഴിഞ്ഞാൽ ടൈം കീപ്പ് ചെയ്യും. നമ്മൾ ബിസിനസ് ക്ലാസ് ബസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു, പണി നടക്കുകയാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ മാർച്ച് 15-ഓടുകൂടി ബസ് വരും. ഉദ്ഘാടനമൊന്നുമില്ല. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ബിസിനസ് ക്ലാസ് ബസ് ഓടിത്തുടങ്ങും. അതിനുള്ള എല്ലാ സൗകര്യം. ബിസിനസ് ക്ലാസ് ബസ് എന്ന് പറയുന്നത് എയർ കണ്ടീഷൻ ആയിരിക്കും. ഓരോ സീറ്റിലും TV ഉണ്ടാവും. ആ TV-യിൽ നിന്ന് നിങ്ങളുടെ ഹെഡ്ഫോൺ വഴി നിങ്ങൾക്ക് വയർലെസ് ഹെഡ്ഫോൺ വെച്ച് നിങ്ങൾക്ക് പാട്ട് കേൾക്കാം. ഓരോരുത്തർക്കും പ്രത്യേകം ഹെഡ്ഫോണാണ്. പ്ലെയിനിലൊക്കെ ഉള്ള പോലെ ടോയ്ലറ്റ് ഉണ്ട്, പാൻട്രി ഉണ്ട്, ചായ കുടിക്കാം, കാപ്പി കുടിക്കാം, ആവശ്യമുള്ള കുറെ ഫുഡിന്റെ ലിസ്റ്റ് കാണും. ആ മെനു അനുസരിച്ച് ഫുഡ് കഴിക്കാം. ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ KSRTC ചിക്കിങ്ങുമായി ചേർന്നൊരു ടൈപ്പ് ഉണ്ടാക്കി. അപ്പൊ അവരുടെ സാധനം ബസ്സിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ദീർഘദൂര ബസ്സുകൾ ഇപ്പൊ 10 ബസ്സുകളും തുടങ്ങിയിട്ടുണ്ട്. ബാക്കി ബസ്സുകളിലേക്ക് വ്യാപിപ്പിച്ചു കൊണ്ടുവരികയാണ്. ഹയർ ക്ലാസ് ബസ്, ലോങ് ഡിസ്റ്റൻസ് ബസ്സുകളിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തമ്പാനൂരിൽ റെയിൽ റോഡ്സ് ഒരു ചെറുപ്പക്കാരായ 4-5 കുട്ടികൾ അവരൊരു ദിവസം രാവിലെ എന്നെ കാണാൻ വേണ്ടി പത്തനാപുരത്ത് വന്നു. അവർ പറഞ്ഞു, സാറേ ഞങ്ങളുടെ ഒരു ഐഡിയ ഉണ്ട്, ഞങ്ങളിങ്ങനെ ഫുഡ് കൊടുക്കും, പാക്കറ്റ് ഇങ്ങനെയാണ്, ഈ പാക്കറ്റ് വേസ്റ്റ് കുറച്ച് ഉണ്ടാക്കുള്ളൂ, അത് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ നിമിഷം അവരോട് പറഞ്ഞു, ഉച്ചയ്ക്ക് 3-3:30 മണിക്കാണ് എന്നെ കാണുന്നത്. ഞാൻ പറഞ്ഞു നേരെ തിരുവനന്തപുരത്തോട്ട് വിട്ടോളൂ, CMD പോയി കണ്ടോളാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ 2 കുട്ടികൾ വരുന്നു, കേൾക്കുന്നു. അവർ വന്നു, അത് പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾ മാസങ്ങൾക്കുള്ള അവർ തന്നെ അത്ഭുതപ്പെട്ടു. ഈ ബിസിനസ് തുടങ്ങാൻ കേരളം നല്ല സ്ഥലമാണെന്ന് പറയുമ്പോൾ ചിലർ ഉച്ചത്തോടെ പറയും. പക്ഷേ ഈ പിള്ളേർക്ക് 2 മാസത്തിനുള്ളിൽ അതിനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് അവർ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. എല്ലാ വണ്ടികളിലും പോകുന്നവർ ഇത് വാങ്ങി വണ്ടിയിലിരുന്ന് കഴിച്ചു പോകാനുള്ള സൗകര്യം. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമ്മൾ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. KSRTCയുടെ വെള്ളം വരാൻ പോകണം. ചൂടുകാലം മൂത്തിരിക്കുകയാണ്. KSRTCക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കമ്പനികളെ തിരഞ്ഞെടുത്തിട്ട് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ, ഞാൻ ഉറപ്പ് തരികയാണ്, മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് കുപ്പിവെള്ളം KSRTC ബസ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നിരിക്കും. കാരണം അടുത്ത മാസങ്ങളിൽ വലിയ ചൂടാണ്, വെള്ളമില്ലാതെ പറ്റില്ല. വിപണനം ചെയ്യുന്ന കണ്ടക്ടർക്ക് 2 രൂപയും വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് 1 രൂപയും അതിൽ നിന്ന് കമ്മീഷനായിട്ട് കൊടുക്കും. കണ്ടക്ടർക്ക് 2 രൂപ കൊടുക്കും. ഡ്രൈവറെ വെറുതെ എത്തിയിട്ട് പോകുന്നത് ശരിയല്ലോ. അദ്ദേഹം വെറുതെ നോക്കി കണ്ടക്ടർക്ക് മാത്രം കാശ് കിട്ടില്ല. ഡ്രൈവറെ പഴയ ഒരു ഡ്രൈവേഴ്സ് യൂണിയന്റെ പ്രസിഡന്റിന്റെ മകനായതുകൊണ്ട് ഡ്രൈവർമാർക്ക് കൂടി 1 രൂപ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് 2 കൂട്ടർ ഒരുമിച്ചല്ലയോ പോകുന്നത്. അപ്പൊ അവര് അത് 2 പേര് താല്പര്യം കാണിക്കട്ടെ എന്ന് വിചാരിച്ചു. ഏതായാലും ജനങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ 1, 2, 3 രൂപ വില കുറവായിരിക്കും വണ്ടി. അപ്പൊ കുപ്പിവെള്ളം നൽകുന്നു, ഫുഡ് നൽകുന്നു. ഈ ബിസിനസ് ക്ലാസ് ബസ് നമ്മൾ നേരത്തെ തന്നെ ഉദ്ഘാടനം പ്രഖ്യാപിക്കും. വേറെ കാര്യമൊന്നുമില്ല. കാരണം അത് ഇലക്ഷൻ കമ്മീഷന് ഇതിൽ വരാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ. പക്ഷെ ബസ് പണി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് കണ്ടക്ടർ ഉണ്ടാവില്ല, ഒരു ബസ് ഹോസ്റ്റസ്, ഒരു ലേഡി ഉണ്ടാവും, ട്രെയിൻഡായിട്ടുള്ള ഒരു ലേഡി ഉണ്ടാവും. അവരായിരിക്കും ചായ കാപ്പി എല്ലാം കൊടുക്കുന്നത്. അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നവരായിരിക്കും. നല്ല ടോയ്ലറ്റ്, ഏറ്റവും വില കൂടിയ സാധനമാണ്. ഓൾവേഡ് ബസ്സാണ് വാങ്ങുന്നത്, ഏറ്റവും വില കൂടിയ ബസ്സാണ് വാങ്ങുന്നത്. ഇന്ത്യയിൽ ഇറങ്ങുന്നതിൽ ഏറ്റവും സൗകര്യപ്രദമായ, ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ലാത്ത പാൻട്രി എല്ലാം ഇമ്പോർട്ട് ചെയ്യാണ്. വെളിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടാണ് പിടിപ്പിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ കിച്ചണൊക്കെ അങ്ങനെ വെളിയിൽ നിന്ന് വരുന്ന ഉപകരണങ്ങളാണ്. കോഫി ഉണ്ടാക്കുന്ന മെഷീനും എല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ടാണ് അവർ ചെയ്തു തരുന്നത്. അങ്ങനെ അത്രയും മൂല്യമുള്ള ഒരു ബസ്സാണ് വരുന്നത്. രാവിലെ പുറപ്പെടും, എങ്ങും നിർത്തൂല. തിരുവനന്തപുരത്ത് നിന്ന് വിട്ടാൽ എറണാകുളത്തേക്കാണ് മുഴുവൻ ടിക്കറ്റെങ്കിൽ പിന്നെ എറണാകുളത്തെ നിർത്തുവണ്ടി. ടോയ്ലറ്റൊക്കെ അതിനകത്തുണ്ട്, ഫുഡ് അതിനകത്ത് കിട്ടും, പിന്നെ നിർത്തണ്ടല്ലോ. പിന്നെ കൊല്ലത്തുനിന്ന് ബുക്കിംഗ് ഉണ്ടെങ്കിൽ അവിടെ നാളെ എടുക്കും, ആലപ്പുഴയിൽ നിന്ന് ബുക്കിംഗ് ഉണ്ടെങ്കിൽ അവിടെ നാളെ എടുക്കും. ബുക്കിംഗ് ഇല്ലെങ്കിൽ നേരെ എറണാകുളത്തേക്ക് വിടും, ഒറ്റയടിക്ക് നേരെ അങ്ങ് പോകും. അപ്പോൾ രാവിലെ ഒരു 6-6:30 മണിക്ക് പുറപ്പെട്ടാൽ ഒരു 10 മണിക്ക് മുമ്പേ അവിടെ എത്തി ഓഫീസ് കാര്യങ്ങളും കോടതിയിൽ പോകാനുള്ള വക്കീലന്മാർക്കും ഒക്കെ എളുപ്പമുണ്ട്. വൈകിട്ട്
ഒരു 5-5 കാലാകുമ്പോൾ 5:30 കൂടെ അടുപ്പിച്ച് നമ്മൾ ഇങ്ങോട്ട് വിടും. ഡോക്ടർമാർ വരെ ഇവിടുന്ന് സർജറി ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. അവർക്ക് ട്രെയിൻ വൈകിട്ട് ഇങ്ങോട്ട് ആ സമയത്ത് വന്ദേ ഭാരത് ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ഒരു ബസ് ഇങ്ങോട്ട് ഇടും. അത് ഫുള്ളായി വരും എന്നാണ് കണക്കാക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് ആശയങ്ങളുണ്ട്. അത് നടപ്പിലാക്കാൻ ജനങ്ങൾ നൽകുന്ന പിന്തുണ, KSRTC ആനവണ്ടിക്ക് കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന പിന്തുണ, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും നൽകുന്ന പിന്തുണ, KSRTC ജീവനക്കാരുടെ ആത്മാർത്ഥമായ സമീപനം, രാഷ്ട്രീയമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയം താഴെ വെച്ച് അവർ നന്നാവണമെന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്നതിൽ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ നമ്മളെല്ലാവരും അവരെ അഭിനന്ദിക്കണം. KSRTC ജീവനക്കാരുടെ കർശനമായ അവരുടെ ഏറ്റവും കൃത്യതയുള്ള പെരുമാറ്റ രീതികളും അവർക്ക് നല്ല ഒരു മാർഗനിർദ്ദേശം കൊടുത്തപ്പോൾ അവർ ശരിയായ മാർഗത്തിൽ പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ തെറ്റായിട്ട് അവരെ നയിച്ചാൽ അവർ തോന്നിയ പോലെ പോകും. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഉത്തരവാദിത്തമുണ്ട്. ഓരോരുത്തർക്കും സ്റ്റേഷൻ വൃത്തിയാക്കാൻ വരുന്ന ആളിന് പോലും അവരുടേതായ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുന്നതുകൊണ്ടാണ് KSRTC ഇത്ര നന്നായി പോകുന്നത്. ഇനി വരുന്ന കാലങ്ങളിലും KSRTC മികച്ച ഒരു പൊതുമേഖലാ സ്ഥാപനമായി മുന്നോട്ട് പോകട്ടെ. ജീവനക്കാർക്ക് അപ്പോഴേക്കും സമാധാനമാവും. നിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ കുറേ വരുമെന്ന് പേടിക്കണ്ട. അതൊന്നും തങ്ങൂല. അതെല്ലാം ജനാധിപത്യ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇടതുമുന്നണി സർക്കാർ തൊഴിലാളിയുടെ ഒരു ആനുകൂല്യം പിടിച്ചു വയ്ക്കത്തില്ല. പക്ഷെ നമ്മുടെ ഒരു ഗതികേട് നിങ്ങൾക്കറിയാം. ആ ഗതികേടിൽ നിന്ന് പച്ച പിടിക്കുകയാണ്. അപ്പോൾ 1-ാം തീയതി ശമ്പളം തന്നു തുടങ്ങിയതുപോലെ ഓരോന്നോരോന്നായി കിട്ടും. DA എന്ന് പറയണ്ട, DA ഒക്കെ വരും. DA തരാൻ പൈസ വേണമല്ലോ. മിച്ചം പൈസ കിട്ടണ്ടേ? മിച്ചം പൈസ ഒന്നും വന്നിട്ടില്ല. കാരണം 2700 കോടി രൂപ കടമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ദിവസം 1,19 ലക്ഷം രൂപ ലോൺ തിരിച്ചടയ്ക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ധനകാര്യ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് 1,000 കോടി കൂടെ അവർ കടമെടുത്തൊന്ന് നടത്തട്ടെ. അതോട് ഇതിന്റെ കഥ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റൂല. 1000 കോടി കൂടെ കടമെടുക്കാം. ഇവിടെ തീർന്ന് ഇതിന്റെ കാറ്റ് പോകും. അതോടുകൂടി അതൊക്കെ അത്തരം ബുദ്ധികളാണ് ഇതിനെ ഈ നിലയിൽ എത്തിച്ചത്. മനസ്സിലായി? അത്തരം ചെറിയ ചെറിയ ബുദ്ധികളാണ്. ചില ആളുകൾ അവിടെ ഇരുന്ന് സെക്രട്ടേറിയറ്റിലൊക്കെ ഇരുന്ന് എഴുതുന്ന ചില മണ്ടൻ ബുദ്ധികളാണ് ഇതിനെ ഈ നിലയിലേക്ക് തകർത്തത്. അപ്പൊ അത്തരം ബുദ്ധികൾ സ്വീകരിക്കുന്നില്ല. ഞാൻ ധനകാര്യമന്ത്രി പറഞ്ഞപ്പോൾ ധനകാര്യമന്ത്രി പറഞ്ഞു അതൊക്കെ അവർ എഴുതുന്നതാണ്, കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ തള്ളികളാണ്. ഞാൻ അതാണ് പറഞ്ഞത്. ശമ്പളം കൊടുക്കാൻ സമയമാകുമ്പോൾ സർക്കാർ തരേണ്ട പൈസ തരാതിരിക്കുക. ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ മതി. ഈ മാസം ശമ്പളം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനകത്ത് എഴുതി വെച്ചു, ഇവരവർ ലോൺ എടുത്തോട്ടെ പിന്നെ അടയ്ക്കാം എന്ന്. 20 കോടി രൂപ എവിടുന്ന് ആരാ ലോൺ തരുന്ന? അങ്ങോട്ട് 20 കോടി തരാൻ പറഞ്ഞാൽ സ്വർണ്ണപ്പണയമല്ലോ വന്നു 1 മിനിറ്റിനകത്ത് തരാനായിട്ട്. അല്ലല്ലോ, എഴുതിയൊക്കെ വിടുക. സെക്രട്ടറി ഇരുന്ന് നല്ല ഫാനിൻ്റെ ഇടയിൽ സുഖമായിട്ടിരുന്നിട്ട് എഴുതി അങ്ങോട്ട് ഇവർ കടമെടുക്കട്ടെ. ഏവർ എന്താണ് സ്ഥിതി? ഇങ്ങനെയുള്ള കുറേ ആളുകളാണ് നമ്മളെ നാടിൽ നശിപ്പിക്കുന്നത്. ഒരു കാര്യം നേരെ പോകാൻ സമ്മതിക്കത്തില്ല. ഇവരുടെ എഴുത്തുകുത്തുകളാണ് ഇതിനെ പലപ്പോഴും തകർത്തിട്ടുള്ളത്. അക്കാര്യത്തിൽ ഞാൻ ധനകാര്യമന്ത്രിയെ സംസാരിച്ചു, മുഖ്യമന്ത്രിയെ സംസാരിച്ചു. അവർ രണ്ടുപേരും ഇത് നല്ല നിലയിൽ പോകണം, ഇതിനകത്ത് ഒരു മാറ്റവും വരുത്തേണ്ടതില്ല എന്ന നിലപാടിലാണുള്ളത്. ഉദ്യോഗസ്ഥന്മാർ വെറുതെ ഒരു പണി വെച്ച് നോക്കുന്ന അടിയിൽ കൂടെ ഒരു പാര വെച്ചാൽ ഇത് പൊളിഞ്ഞോട്ടെ എന്നുള്ളതാണ്. ഒരു ബലൂണിൽ ഒരു സൂചി കൊണ്ട് കുത്തുന്ന പോലെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അതൊന്നും പ്രശ്നമല്ല. ജനങ്ങളോടൊപ്പമാണ് സർക്കാർ. ജനങ്ങളുടെ ആഗ്രഹത്തിന് എന്തുള്ളത് അത്രയും ബസ്സുകൾ ഓടിക്കുന്നുണ്ട്. തൊഴിലാളികൾക്ക് ശമ്പളം കൃത്യമായി നൽകുന്നുണ്ട്. 1-ാം തീയതി നൽകുന്നുണ്ട്. ചില മാസങ്ങളിൽ 31-ാം തീയതി നൽകുന്നുണ്ട്. പുറകെ വരാനുള്ള എല്ലാ ആനുകൂല്യവും വന്നു ചേരും. അപ്പം നമുക്ക് എല്ലാ ശമ്പളവും കിട്ടുന്നുണ്ട്. നമുക്ക് സമരം തുടങ്ങാം എന്ന് പറഞ്ഞ ചിലർ വരും. അതിൻ്റെ ഒന്നും കൂടെ പോകണം. സമരം ഒന്നും ചെയ്യാതെ നേടാൻ കഴിയും. എൻ്റെ നാട്ടിൽ MLA എന്ന നിലയിൽ ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവന്നത് ആ നാട്ടുകാരെ വിളിച്ചുകൊണ്ട് വെയിലത്ത് സമരത്തിന് പോയിട്ടല്ല, ഞാൻ പോയി മെനക്കെട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും ആവശ്യമുണ്ട്. ഈ സർക്കാർ തൊഴിലാളിക്ക് കൊടുക്കേണ്ട ഒരു ആനുകൂല്യം പിടിച്ചു വയ്ക്കില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് കൂടി നോക്കും. അല്ലാതെ ഇതിൻ്റെ നിലനിൽപ്പ് അപകടപ്പെടുത്തിക്കൊണ്ട് പൈസ എല്ലാം കൂടെ വായി ഇവിടുന്ന് കടം വാങ്ങിച്ച് തന്ന് നിങ്ങളെ സന്തോഷിപ്പിച്ചതിന് ശേഷം ഇത് തകർന്ന് എന്നേക്കുമായി പോകുമ്പോൾ നിങ്ങൾ ജോലിയില്ലാതെ വീട്ടിലിരിക്കും. ഇപ്പം ജോലിയില്ലാതെ വീട്ടിലിരിക്കുമെന്ന് ആ ഭയം ഇപ്പോൾ ഇല്ലല്ലോ. അത് മാറിയില്ലേ? മറ്റേന്താണ് ഇത് പൊളിഞ്ഞാൽ ഒരു പന്തലിടും, നമ്മൾ സമരത്തിന് ഇരിക്കും. എല്ലാ സാഹിത്യകാരന്മാരും എല്ലാവരും വന്ന് നമ്മളോട് പ്രസംഗിക്കും. KSRTC അടച്ചുകൂട്ടി ശരിയല്ല, തൊഴിലാളികൾ പട്ടിണിയല്ലേ. അപ്പോൾ കാണാം പ്രൈവറ്റ് ബസ്സിൽ ആളുകൾ ഇങ്ങനെ ഇരുന്ന് പോകുന്നില്ല. അപ്പോൾ അവർ നോക്കും നമ്മളെ ആദ്യമൊക്കെ എന്താ KSRTC സമരം ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ഇടും. കുറച്ച് ദിവസം കഴിഞ്ഞ് 10-30 ദിവസം കഴിയുമ്പോഴത്തേക്കും അവിടെ അതിലെ പോകുമ്പോൾ അതേ ആൾ തന്നെ അല്ല, അവരുടെ സമരമില്ല, അവിടെ അടിയില്ല, അവരെ കയ്യിരിപ്പുണ്ടല്ലേ ഇത് അടച്ചത്. അവർക്ക് എന്ത് വേണം? ജനങ്ങൾക്ക് എന്ത് വേണം? സമയത്തിന് വണ്ടി വേണം. അത് KSRTC വേണം നിർബന്ധമൊന്നുമില്ല. ഇപ്പം KSRTC കൊള്ളാവുന്നതുകൊണ്ട് KSRTC കയറുന്നുള്ളൂ. സമയത്തിൽ വരുന്നു, നല്ല പെരുമാറ്റം, അതുകൊണ്ട് കയറുന്നതാണ്. മറിച്ചായാൽ ഇത് അടച്ചു പോയാൽ അവർക്കൊന്നുമില്ല. ആളുകൾ ആദ്യത്തെ ദിവസം നോക്കും, 2-ാമത്തെ ദിവസം നോക്കും. പിന്നെ ഈ സാഹിത്യകാരന്മാരും വരുന്ന സമരക്കാരും രാഷ്ട്രീയക്കാരും എല്ലാം കുറഞ്ഞു വന്ന് ഈ ഒരാൾ തളർന്നു കിടക്കുമ്പോൾ ആദ്യത്തെ ദിവസം കാണാൻ ഒരുപാട് ആൾക്കാർ വരും. പിന്നെ ഇയാൾ ഒറ്റയ്ക്കാവും. ഈ കറങ്ങുന്ന ഫാനും നോക്കി ഇങ്ങനെ കിടക്കാനേ ഉള്ളൂ. നല്ല മദ്യപാനികൾ വെള്ളമടിച്ച് ലിവറൊക്കെ പോയിട്ട് കിടക്കുന്ന പലയിടത്തും കണ്ടിട്ടുണ്ട്. മദ്യപിച്ച് ലിവറെല്ലാം പോയി പിന്നെ അനങ്ങാനം വായിൽ പല്ലൊക്കെ പൊഴുകി ഇങ്ങനെ കിടക്കുമ്പം കൂട്ടുകാരൊക്കെ ആദ്യം വരും. കൂട്ടുകാരൊക്കെ ആദ്യം വന്ന് കണ്ട് അയ്യോ മച്ചൻ്റെ കളിയാ, ഞാൻ കൂടെ ഉണ്ടാ എന്നൊക്കെ പറയും. പിന്നെ ഒരാൾ കുറയും, 2 പേര് കുറയും. അങ്ങനെ കിടന്ന് അവസാനം ഇയാളെ
ലിവർ പെരുകിയ വയറുമായിട്ട് ഈ കാനം നോക്കി കിടക്കുന്ന ഒറ്റ ഒരുത്തം കാണത്തില്ല. ചിലപ്പോൾ ഭാര്യ കാണും കൂടെ, വേറെ അല്ലെ അമ്മ കാണും കൂടെ, അല്ലാതെ ഒരുത്തരും കാണത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഈ അഭിപ്രായം പറഞ്ഞതിനെ പൂട്ടിക്കാൻ നടക്കുന്നവന്മാരെയൊന്നും പിന്നെ കാണത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് KSRTC ജീവനക്കാർ ശ്രദ്ധിക്കേണ്ടത് ഇത് ജനങ്ങളുടെ ആഗ്രഹമുള്ള സ്ഥാപനമാണ്, ജനങ്ങൾ സ്നേഹിക്കുന്നതാണ്. ഇതിനെ നിലനിർത്തണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിതമുള്ളൂ. അതുപോലെ ജനങ്ങൾ മനസ്സിലാക്കണം, അന്യായ ചാർജ് വാങ്ങാതെ നിങ്ങൾ മനസ്സിലാക്കി. ഇത്രയും നേട്ടങ്ങൾ KSRTC കൈവരിക്കുമ്പോൾ ഇടതുപക്ഷമുള്ള സർക്കാരിന് നിങ്ങൾക്ക് പറയാനുള്ളതേ ഉള്ളൂ, ചാർജ് വർദ്ധിപ്പിക്കാതെ ഇതിനെ രക്ഷപ്പെടുത്തിയെന്നുള്ളതാണ്. ജനങ്ങളുടെ തലയിലേക്ക് വെച്ചില്ലല്ലോ, ചാർജ് വർദ്ധിപ്പിക്കാതെ ഇതിനെ രക്ഷിച്ചു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അധികമായി സംസാരിക്കണമെന്ന് കരുതിയല്ല, എങ്കിലും നല്ല ഒരു സദസ്സായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അനുവാദത്തോടെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പദ്ധതികളുടെ ഉദ്ഘാടനവും ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനവും നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെയും നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.